ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങയിട്ട അയിലക്കറി, തൃശ്ശൂർ സ്റ്റൈൽ കറിയാണ്. വളരെ ടേസ്റ്റുമാണ്, എന്നാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതിന് ഞാൻ കുറച്ച് ചെറുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തത്. ചിലർക്ക് എരിവ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടം, ചിലർക്ക് എരിവ് കുറച്ച് കുറവായിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ എരിവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ പച്ചമുളകും ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകും ആണെങ്കിൽ പിന്നെ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഇത് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും പച്ചമുളകും മുളക് പൊടിയൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരുമ്പുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ തിരുമ്പണം. എങ്ങനെ കൈ വെച്ച് തിരുമ്പാന്ന് ചിന്തിക്കേണ്ട, കൈ വെച്ച് തിരുമ്പുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക മിക്സിങ് കറക്റ്റ് ആവുക. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ്. ഇനിയിപ്പോൾ കൈ എരിയും എന്നുള്ള ആൾക്കാരാണെങ്കിൽ ടീസ്പൂൺ വെച്ച് ഇളക്കിക്കോ. പക്ഷെ കൈ വെച്ച് മിക്സ് ചെയ്യണേൻ്റെ ആ ഒരു എഫക്റ്റ് ടീസ്പൂൺ വെച്ച് ഇളക്കിയാൽ കിട്ടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത മിക്സാണ് ഈ സംഭവം. ഇനി ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അര തേങ്ങയുടെ പാലാണ് ഞാൻ എടുക്കുന്നത്. 2ാം പാലും 1ാം പാലും എടുക്കുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരമുറി തേങ്ങ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മാങ്ങ എടുക്കുന്നുണ്ട്. ചെറിയ മാങ്ങയാണ്, അത് മാത്രമല്ല അതിൻ്റെ 2 സൈഡുള്ള നല്ല കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരുപാട് കറിയില്ല, അതുകൊണ്ട് ഒരുപാട് പുളി ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് പുളി ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടുതൽ മാങ്ങ ഇടാം. നമ്മുടെ പുളിയും എരിവ് ഉപ്പ് ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചില്ല, അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിടുക. ബാക്കിയെല്ലാം ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മാങ്ങയ്ക്ക് ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അയില കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയ 3 അയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസൊന്ന് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് കയ്യിലിട്ട് കുത്തിയിളക്കിയിട്ട് മാങ്ങയും അയിലയൊന്നും ഇതാക്കണ്ട. അങ്ങനെ ഏത് നേരി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അടുപ്പത്തിരുന്നത് അടിപൊളിയായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ട നന്നായിട്ട് വറ്റി മാങ്ങയൊക്കെ വെന്ത് അയിലൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി കാച്ചിയേ വേണ്ടൂ. അതിന് മുന്നേ നമുക്ക് നമ്മുടെ 1ാം പാലിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്യണം. കാരണം മൺചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഇതാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെയാവും പാല്. അപ്പോൾ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി അയച്ചു ഒഴിക്കാം. ഞാൻ ഇതിനൊരു നല്ല 3 ഉള്ളിയാണ് എടുത്തത്. പിന്നെ ഞാൻ വലിയ പാത്രത്തിൽ വറുത്തിടുന്നത്, ഈ പാത്രത്തിൽ ഇത് കഴിഞ്ഞ് എനിക്ക് മീനും കൂടി വറക്കാമല്ലോ, അപ്പോൾ വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുള്ള സൈക്കോളജിക്കൽ മൂവാണ്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നുമില്ല, പരന്ന പാത്രമായ കാരണമാണ്. അപ്പോൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ വറക്കുകയും കൂടിയും ചെയ്താൽ സെറ്റായി. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ സ്റ്റൈൽ ഓഫ് കറി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല വയ്ക്കുക, പലരും പല രീതിയിൽ വയ്ക്കും. പക്ഷേ ഇത് ഈ കറി നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ തൃശ്ശൂരിൽ തന്നെ എല്ലാവരും ഒരേപോലെ കറി വെച്ചോളണമെന്നില്ലല്ലോ. ഇനി ഉള്ളി നമുക്കിതിലേക്ക് വറുത്ത് ഇട്ട് കൊടുത്തു. ഞാനൊരു വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ മാങ്ങയിട്ട തൃശ്ശൂർ സ്റ്റൈൽ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കുത്തരിച്ചോറോ സാധാ വെള്ളച്ചോറ് എന്ത് ചോറായാലും പപ്പടും പിന്നെ മീൻ വറുത്തതുണ്ടെങ്കിൽ ഓക്കെ. എൻ്റെ സാറേ എന്താണ് ഒരു ടേസ്റ്റ്. അങ്ങനെ കഴിക്കാം, അടിപൊളിയായിരിക്കും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ.